അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മഹാനായ ഇമാം മഹ്ദി, അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസിയ്യത്ത് ചെയ്ത വ്യക്തിയാണ്. അതായത് എന്റെ സമുദായം ഇമാം മഹ്ദിയുടെ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ മഞ്ഞുമലകൾ മുട്ടിലിയഞ്ഞു ചെന്നിട്ടാണെങ്കിലും ബയ്യത്ത് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു മഹാനായ വ്യക്തിയാണ് ഇമാം മഹ്ദി. അദ്ദേഹത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് ഏവരുടെയും ഉത്തരവാദിത്വവും ദൗത്യവും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തെ ലഭിക്കാൻ, അദ്ദേഹത്തെ കണ്ടെത്താൻ ഉള്ള ഒരു 10 കാര്യങ്ങൾ, ഈ 10 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അദ്ദേഹത്തെ തേടുന്ന ഏതൊരു വ്യക്തിയും. അത് നിർബന്ധ കാര്യമാണ്. നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ഈ പരിശുദ്ധ സത്യവിശ്വാസം, ഈ സത്യവിശ്വാസം അതിൽ തന്നെ എനിക്ക് അടിയുറച്ചു നിൽക്കണം. എനിക്ക് നേരായ മാർഗം മാത്രം മതി, എനിക്ക് അള്ളാഹുവിലുള്ള സമാധാനം മാത്രം മതി, അള്ളാഹുവിനെ എനിക്ക് അറിഞ്ഞ് ആരാധിക്കണം എന്നൊക്കെ മോഹിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുൽ ലിൽ ആലമീനാണ്, പ്രപഞ്ചത്തിനാകമാനം കാരുണ്യമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ടുള്ള അർത്ഥതലങ്ങൾ എന്നെല്ലാം മനസ്സിലാക്കി നൂറെ മുഹമ്മദ് ലഭിച്ച് ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഇമാം മഹ്ദിയെ ആവശ്യമാണ്. ഇമാം മഹ്ദി വന്നു എന്നറിഞ്ഞാൽ അദ്ദേഹത്തില് മഞ്ഞുമലകൾ മുട്ടിലഴിഞ്ഞ് ചെന്നിട്ടാണെങ്കിലും ബയ്യത്ത് ചെയ്യാൻ അവര് റെഡിയാണ്. അപ്പോ നേരായ മാർഗം ആഗ്രഹിക്കുന്ന ആളുകള് ഇമാം മഹ്ദിയെ തേടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇമാം മഹ്ദിയെ തേടുന്ന ആളുകള് ഞാൻ താഴെ പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കല് അനിവാര്യമാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ ഭൗതികത വളർന്ന, ഫിത്ന വളർന്ന ഈ കാലഘട്ടത്തിൽ അത് അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഇമാം മഹ്ദിയുടെ ദൗത്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കല് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇമാം മഹ്ദി വരുന്നത്, അദ്ദേഹം നീതിമാനായ വിധികർത്താവായി വരുന്ന വ്യക്തിയാണ്. ദീനുൽ ഇസ്ലാമിലെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം. പല രീതിയിലാണ് പല ആളുകളും ദീനുൽ ഇസ്ലാമിനെ പറ്റി സംസാരിക്കുന്നത്. അതായത് കേരളത്തിൽ ഉള്ള ദീനുൽ ഇസ്ലാം അല്ല കർണാടകയിൽ പോയാല്, കർണാടകയിലുള്ള ദീനുൽ ഇസ്ലാം അല്ല പഞ്ചാബിൽ പോയാല്. എന്നാലോ ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലുള്ള ദീനുൽ ഇസ്ലാം ആവൂല പാകിസ്ഥാനിൽ പോയാല്, പാകിസ്ഥാനിലുള്ള ദീനുൽ ഇസ്ലാം ആവൂല ബ്രിട്ടനിലുള്ളത്. ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല രീതിയിൽ ഏകനായ ദൈവത്തിൽ നിന്ന് വന്ന ഏകമതം സ്ഥാപിച്ച റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച ഈ സത്യവിശ്വാസം ഇന്ന് പല രീതിയിലാണുള്ളത്, അല്ലേ? അതായത് പല ആളുകൾക്കും പല ഫത്വകളുമാണുള്ളത്. അപ്പൊ ഇമാം മഹ്ദി വരുന്നത് നീതിമാനായിട്ടുള്ള വിധികർത്താവാണ്. അവിടെ വലിയൊരു പ്രസക്തി ഉണ്ട്, നീതിമാനായിട്ടുള്ള വിധികർത്താവ്. അതായത് നമ്മുടെ എല്ലാ വിഷയത്തിലും വ്യത്യസ്ത അഭിപ്രായം, നിസ്കരിക്കേണ്ട കാര്യത്തിലും നിസ്കാരത്തിന്റെ റക്അത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, മറ്റുള്ള എല്ലാ ഫിഖ്ഹി കാര്യങ്ങളിലും, അതുപോലെ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലും അഖീദയിലും എല്ലാ രീതിയിലും നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഇതിലൊക്കെ ഒരു വിധികർത്താവായിട്ട്, അതായത് ഇന്ന കാര്യങ്ങളാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പ്രകാരം പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുവന്ന സത്യവിശ്വാസം ദുറയ്യാ നക്ഷത്രം വരെ ഉയർന്നു പോകുമെന്ന്. ഞാൻ കൊണ്ടുവന്ന സത്യവിശ്വാസം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സ്ഥാപിച്ച സത്യവിശ്വാസം ഒരു കാലഘട്ടത്തിൽ ഭൂമിയിൽ നിന്ന് എടുത്തു കളയപ്പെടും, അതിനെ തിരികെ സ്ഥാപിക്കുക. അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്ന കാര്യങ്ങളാണ്, ഇന്ന കാര്യങ്ങളാണ് സത്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞ് നീതിമാനായിട്ടുള്ള വിധികർത്താവായി വരുന്ന വ്യക്തിയാണ് ഇമാം മഹ്ദി. പിന്നെ ഇമാം മഹ്ദിയുടെ ദൗത്യം എന്ന് പറഞ്ഞാല് ഇസ്ലാമിനെ ലോകത്തിന് മുമ്പിൽ ആകമാനം എല്ലാ സൂറത്തിൽ പറയുന്നത് പോലെ എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്ക് മുമ്പിലും വിജയിപ്പിച്ചു കാണിക്കുക എന്നുള്ളതാണ് ഇമാം മഹ്ദിയുടെ മറ്റൊരു ദൗത്യം. ദൗത്യങ്ങൾ അറിഞ്ഞിരിക്കൽ നമ്മുടെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ദൗത്യങ്ങളുണ്ട്, പക്ഷെ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. പിന്നെയോ ലോകത്തിന് ആകമാനം മുമ്പിൽ ഇസ്ലാമിനെ വിജയിപ്പിച്ചു കാണിക്കുക എന്നുള്ളത്. പിന്നീടുള്ളത് എന്ന് പറഞ്ഞാല് ഖിലാഫത്തിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പ്രകാരം ഇങ്ങനെ കാണാൻ കഴിയും. ഞാൻ നുബുവത്തുമായി വന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഖിലാഫത്ത് വന്നു. നമുക്കറിയാം ഖുലഫാഉർ റാഷിദീങ്ങൾ, ഖിലാഫത്ത് ഉണ്ടായിരുന്നു ഇസ്ലാമില്. അത് എടുത്തു കളയപ്പെട്ട് പിന്നീട് രാജഭരണ കൂടങ്ങൾ വരും, ഒരു രാജകീയ ഭരണ രീതിയിലുള്ള ഖിലാഫത്തെല്ലാം വരും, രാജഭരണങ്ങൾ വരും. അതും എടുത്തു കളയപ്പെട്ട് സ്വേച്ഛാധിപത്യ ഏകാധിപത്യ ഭരണകൂടങ്ങളൊക്കെ വരും, പരുക്കൻ ഭരണകൂടങ്ങളൊക്കെ വരും.
അവസാനം ആ ഹദീസിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഇതെല്ലാം എടുത്തു കളയപ്പെട്ട് വീണ്ടും നുബൂവത്തിന്റെ അടിസ്ഥാനത്തിൽ ഖിലാഫത്തിന് പുനഃസ്ഥാപിക്കപ്പെടും. വീണ്ടും ഒരു ഖിലാഫത്ത് ഇസ്ലാമിക ലോകത്ത് വരും. നമുക്കറിയാം, ഈ വീഡിയോ ഒരുപാട് വലിയതായി പോകും ഇങ്ങനെയൊക്കെ വിശദീകരിച്ചാൽ. പക്ഷെ നമുക്ക് അറിയേണ്ട, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. നമുക്കറിയാം 1921 പോലും നമ്മുടെ ഈ ഏറനാട്, നമ്മുടെ ഈ മലബാർ ഏരിയകളിൽ, നമ്മുടെ കേരളത്തിൽ പോലും ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ നിലനിന്നിരുന്നു. എന്തിനാണത്? ഒട്ടോമൻ സാമ്രാജ്യത്വത്തിന്റെ തകർച്ചയോടുകൂടി നശിപ്പിക്കപ്പെട്ട ഖിലാഫത്ത്, 1920 തുർക്കി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ഖിലാഫത്ത് നശിച്ചതോടുകൂടി മുസ്ലിം ലോകത്തിനാകെ ബേജാറായി, വെപ്രാളായി. അതായത് ഖിലാഫത്ത് നഷ്ടപ്പെട്ടല്ലോ. അത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു ഖിലാഫത്തിന്. ഇസ്ലാമിക ഭരണം എന്ന് പറഞ്ഞാൽ ഖിലാഫത്താണ്, നമുക്ക് ഏവർക്കും അറിയാം. അപ്പൊ അതിനെ തിരികെ സ്ഥാപിക്കാനാണ് ഇമാം മഹ്ദി വരുന്നത്. ഇതൊക്കെയാണ് ഇമാം മഹ്ദിയുടെ ദൗത്യങ്ങൾ. ഒരുപാടുണ്ട്. പക്ഷെ ഇതില് ഈ 3 ദൗത്യങ്ങൾ നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നീട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇമാം മഹ്ദിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വഹീഹ് ബുഖാരിയിലോ സ്വഹീഹ് മുസ്ലിമിലോ ഇമാം മഹ്ദിയെ കുറിച്ച് ഒരു ബാബ് പോലും ഇല്ല. അതായത് ഒരു അധ്യായം, ഒരു പേജോ പ്രത്യേകമായി അതിനായിട്ട് മാറ്റിവെച്ച ഒരു സ്ഥലമോ, ഇമാം മഹ്ദിയെ കുറിച്ചുള്ള ഹദീസുകൾക്ക് ഒരു സ്ഥലമോ ഒന്നുമില്ല. സ്വഹീഹ് ബുഖാരിയിലോ സ്വഹീഹ് മുസ്ലിമിലോ ഇമാം മഹ്ദിയെ കുറിച്ച് ഹദീസുകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താ? ഇതിങ്ങനെ ബുഖാരി തങ്ങളൊക്കെ ഇമാം മഹ്ദിയെ കുറിച്ചുള്ള ഹദീസുകൾ പരിശോധിക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, ഒരു വ്യക്തി പറയുന്നതിന് വിരുദ്ധമായിട്ട് വേറൊരു വ്യക്തി പറയാം, അല്ലെങ്കിൽ വിരുദ്ധ എന്നല്ല, അല്ലെങ്കിൽ മനസ്സിലാവാത്ത രീതിയിൽ ഉള്ള ഒരുപാട് ഹദീസുകൾ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയാം, നമ്മുടെ കേരളത്തിലെ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രസംഗം ഇമാം മഹ്ദിയെ കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പല രീതിയിലാണ് പ്രസംഗിക്കുന്നത്. അപ്പം നമ്മൾ കേട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഉസ്താദുമാര് പ്രസംഗിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇമാം മഹ്ദിയുടെ ഭരണം എടുക്കാം. അപ്പൊ ഇമാം മഹ്ദി 40 കൊല്ലം ഭരിക്കും എന്ന് പറയുന്ന പണ്ഡിതരുണ്ട്. ഇമാം മഹ്ദി 7 കൊല്ലം ഭരിക്കും എന്ന് പറയുന്ന പണ്ഡിതരുണ്ട്. ഇമാം മഹ്ദി 9 കൊല്ലം ഭരിക്കും എന്നുള്ള പണ്ഡിതന്മാരുണ്ട്. ഇത് നമുക്ക് യൂട്യൂബിലെല്ലാം അടിച്ചാൽ കിട്ടും. യൂട്യൂബിൽ ഇപ്പം കേരളത്തിലെ പണ്ഡിതന്മാര് പറയണേ ചിലപ്പോ 7 കൊല്ലോ, അല്ലെ ചിലർ 40 കൊല്ലോ, അല്ലെങ്കിൽ 9 കൊല്ലോ എന്ന് പറയണവരുണ്ടാവും. ഇനി വേറൊരു നാട്ടിലെ യമനില് ഉള്ള ആളുകളെ വീഡിയോ എടുത്ത് നോക്കിയാൽ പല രീതിയിലാവും. ഇതുപോലെയാണ് ദേശങ്ങള്. യമനികൾ വിശ്വസിക്കുന്നത് ഇമാം മഹ്ദി യമനിൽ വരുന്ന, യമനികൾ വിശ്വസിക്കുന്നത്, ഞാനിപ്പോ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിനായിട്ട് ഇമാം മഹ്ദിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന യമനികൾ പറയുന്നത് ഞങ്ങളുടെ നാട്ടിലാണ് ഇമാം മഹ്ദി വരിക എന്നാണ് ഞങ്ങളുടെ പണ്ഡിതന്മാര് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. യമനികൾ പറയുന്നത് അതാണ്. ഈജിപ്തിൽ ഇമാം മഹ്ദി വരും എന്നുള്ള ഹദീസുണ്ട്. സിറിയയിൽ വരും എന്നുള്ള ഹദീസ് നമ്മുടെ പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് ഉടനീളം കേൾക്കുന്നതാണ്. എന്നാലോ ഏറ്റവും വലിയ രസം, ഇന്ത്യയിൽ ഇമാം മഹ്ദി വരും, ഇന്ത്യയിൽ ഇമാം മഹ്ദി ജനിക്കും എന്നുള്ള ഹദീസ് പോലും ഉണ്ട്. ഇങ്ങനെ ഇമാം മഹ്ദി വരുന്ന സ്ഥലങ്ങളുടെ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം. ഇനി നാമാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്റെ നാമത്തിനോട് യോജിച്ചത്. അപ്പൊ നമ്മുടെ ഉസ്താദ്മാരൊക്കെ പറയുന്നത്, നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ്മാർ പറയുന്നത് മുഹമ്മദ് എന്നായിരിക്കും ഇമാം മഹ്ദിയുടെ പേര് എന്നാ. കാരണം റസൂലുള്ളാഹിന്റെ പേര് മുഹമ്മദ് എന്നാണല്ലോ. എന്നാൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല് മുൻകാല മുജദ്ദിദുമാര്, മുൻകാല പണ്ഡിതന്മാര്, മുൻകാല ഇമാമുമാര്, ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിലുള്ള ഏതൊരു സംഘടന, നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ എന്നല്ല, ഏതൊരു സംഘടനയുടേതാണെങ്കിൽ പോലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അതിലുള്ളത്. കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം പരിശുദ്ധ ഖുർആനിലെ അഹ്മദ് എന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ഒരു പേരാണ് അഹ്മദ്. അതേപോലെ മുഹമ്മദ്. ഇങ്ങനെ റസൂലുള്ളാഹിക്ക് ഒരുപാട് പേരുകളുണ്ട്. മുസ്തഫ എന്നായിക്കോട്ടെ, തോഹ എന്നായിക്കോട്ടെ, യാസീൻ എന്നായിക്കോട്ടെ, ഇതൊക്കെ റസൂലുള്ളാഹിന്റെ നാമങ്ങളാണ്. എന്റെ നാമത്തിനോട് യോജിച്ചത് എന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ പണ്ഡിതന്മാര് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ മുഹമ്മദ് ആയിരിക്കാം, ചിലപ്പോ അഹമ്മദ് എന്നും ആയിരിക്കാം. കാരണം പരിശുദ്ധ ഖുർആനില് റസൂലുള്ളാഹിന്റെ പേര് അഹമ്മദ് എന്നാണ്. പരിശുദ്ധ ഖുർആനില് റസൂലുള്ളാഹിന്റെ പേര് അഹമ്മദ് എന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഇനി വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാല്
ഇമാം മഹദിയുടെ ഒരുപാട് ഉപ്പയുടെ പേര് എന്റെ പേരിനോട് യോജിച്ചായിരിക്കും, അബ്ദുള്ള ചിലപ്പം. പക്ഷെ ഇബ്രാഹിം നബി എന്റെ ഉപ്പയാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് ഇങ്ങനെയും പറയാം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ പേര് വിഷ്ണുദാസ് ആയിരിക്കുമെന്നാണ് പുണ്യപുരാണ വേദങ്ങളിലുള്ളത്. അപ്പോ ഈ അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഹൈന്ദവര് നമ്മളോട് ചോദിക്കുന്നു, ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് വരാനിരിക്കുന്ന വ്യക്തിയുടെ ഉപ്പാന്റെ പേര് വിഷ്ണുദാസ് എന്നല്ലേ, പക്ഷെ നിങ്ങളുടേത് അബ്ദുള്ള എന്നല്ലേ എന്ന്. സംഭവം നോക്കുമ്പോൾ രണ്ടേ അർത്ഥമാണ്. അബ്ദുള്ളക്ക് എന്തൊരു അർത്ഥമാണോ ഉള്ളത് അത് തന്നെയാണ് വിഷ്ണുദാസിനുള്ളത്. അപ്പോൾ അർത്ഥങ്ങൾ ചിലപ്പോൾ തുല്യമായാലും ഈ ഒരു ഹദീസ് പുലരുന്നതാണ്. കാരണം എന്റെ ഉപ്പയുടെ അല്ലെങ്കിൽ എന്റെ നാമത്തിനോട് യോജിച്ചത് എന്നെല്ലാം പറയുമ്പോൾ ഇതോടുകൂടി കൂട്ടി പറയേണ്ട മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ്, വരാനിരിക്കുന്ന ഇമാം മഹ്ദിയും വരാനിരിക്കുന്ന മസീഹും ഒരു വ്യക്തി തന്നെയാണെന്ന്. ഇതെല്ലാം ഞാൻ എന്റെ അഭിപ്രായങ്ങളല്ല പറയുന്നത്. മുൻകാല മുജദ്ദിദുമാരും മുൻകാല പണ്ഡിതന്മാരും മൊയ്‌ദീൻ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി തആല അൻഹു ഇങ്ങനെയുള്ള മുൻകാല ഇമാമുമാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ, ഇവർക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഇമാം മഹ്ദിയെ കുറിച്ച്. നമ്മൾ കേരളത്തിലെ നമ്മുടെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിൽ ലോകത്തിന് ആകമാനം വന്നിട്ടുള്ളതാണല്ലോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാതെ കേരളത്തിന് മാത്രം വന്നിട്ടുള്ളതല്ലല്ലോ. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അതിൽപ്പെട്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ പറഞ്ഞ കാര്യം, വരാനിരിക്കുന്ന മഹ്ദിയും മസീഹും ഒരാളാണ് എന്നുള്ള. ഇതിന് ഇബ്നു മാജ ഹദീസ് ഗ്രന്ഥമായ ഇബ്നു മാജയിൽ അടക്കം ഇതിന് ഹദീസുകളുണ്ട്. വരാനിരിക്കുന്ന മഹ്ദിയും മസീഹും ഒരാൾ തന്നെയാണെന്നുള്ള ഹദീസുകളും ഉണ്ട്. അപ്പൊ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം മഹ്ദി എന്നുള്ളത് ഇസ്ലാമിക ലോകത്തിനെ ഹിദായത്തിലാക്കാനുള്ള വരാനിരിക്കുന്ന മഹാനായ വ്യക്തിയുടെ ദൗത്യത്തിന്റെ നാമമാണ് മഹ്ദി എന്നുള്ളതും, അതുപോലെ ക്രിസ്തു മതത്തെ കുരിശിനെ ഉടക്കുക എന്നുള്ളത് ഒരു ദൗത്യമാണല്ലോ വരാനിരിക്കുന്ന ഇബ്നു മറിയമിന്റെ, അതായത് മസീഹിന്റെ. അപ്പോ ആ ഒരു ദൗത്യ നിർവഹണത്തിന്റെ പേരാണ് ഇബ്നു മറിയം മസീഹ് എന്നുള്ളത്. അതായത് ക്രിസ്തു മതത്തെ, ക്രിസ്തീയ വിശ്വാസികളെ ഇസ്ലാമിലോട്ട് ക്ഷണിക്കപ്പെടാനുള്ള ദൗത്യമാണ് മസീഹ് എന്നും. അപ്പൊ ഇത് ഒരു വ്യക്തിക്ക് തന്നെയുള്ള രണ്ട് ദൗത്യങ്ങളാണ് മഹ്ദി മസീഹ് എന്നുള്ളതും. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കുണ്ട്. അപ്പൊ എന്തിനാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതെന്ന് വെച്ചാല്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇമാം മഹ്ദി ലോകത്ത് വന്നപ്പോ സിറിയയിലാണ് വരിക എന്ന് വിശ്വസിച്ച് നിൽക്കുന്ന കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ പേര് മുഹമ്മദ് തന്നെ ആവണമെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ. ഏതെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ചിലത് പുലർന്നിട്ടുണ്ടാവും, ചിലത് ചിലപ്പോൾ സിറിയക്കാർ വിശ്വസിക്കണാവും. കാരണം സിറിയയിലായിരിക്കും ചിലപ്പോൾ ഇമാം മഹ്ദി വന്നിട്ടുണ്ടാകുക. അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ട്, എന്താ പറയാ, ഈജിപ്തിൽ വരുന്നുള്ളുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പുലരുമ്പോ മറ്റേത് വിശ്വസിച്ചിരുന്ന ആളുകൾ പറയും, ഇത് ഇമാം മഹ്ദി അല്ലട്ടോ എന്ന് പറഞ്ഞാല് കഴിഞ്ഞില്ല കാര്യം. ഇത് തന്നെയാണ് ഫിത്ന, ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്ന, ദജ്ജാലിയൻ ഫിത്നകളിൽ പെട്ട ഒരു ഫിത്നയാണിത്. കാരണം ഇത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. മുൻകാല പണ്ഡിതന്മാര് റസൂലുള്ളാഹിനെ എന്തുകൊണ്ടാണ്, റസൂലുള്ളാഹിനെ കുറിച്ച് ജൂതന്മാർക്കും ക്രൈസ്തവർക്കും ഒക്കെ അറിവുണ്ട്. ബൈബിളിലും ഇഞ്ചിയിലൊക്കെ റസൂലുള്ളാഹിന്റെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അവരെന്താ പറഞ്ഞ്, ഈ കാട്ടറബി സമൂഹത്തിലാണ് വന്നത്, നഊദുബില്ല, ഞങ്ങൾക്ക് വരാനുള്ള വ്യക്തി ബനു ഇസ്രായേലിലാണ് വരേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവരും പറഞ്ഞത്. അപ്പൊ നമ്മൾ അങ്ങനെ പറയാതിരിക്കാനാണ് ഇത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അതിനു വേണ്ടി തന്നെയാണ് ഈ വീഡിയോ തയ്യാറാക്കി. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഷിയാക്കൾ വിശ്വസിക്കണ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വംശപരമ്പരയിൽ വരും എന്നുള്ളതാണ് സത്യാവസ്ഥ, അല്ലേ? എന്നാൽ ഇത് തന്നെ എന്റെ അഹ്ലു ബൈത്തിലായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഹ്ലു ബൈത്ത് എന്ന് പറയുമ്പോൾ ആരൊക്കെ പെടും? അഹ്ലു ബൈത്ത് പറഞ്ഞ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു പോലും അഹ്ലു ബൈത്ത് പെടും. കാരണം സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ രക്തബന്ധോ കുടുംബ ബന്ധമൊന്നുമില്ല. എന്നാലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് പ്രകാരം സൽമാൻ എന്റെ അഹ്ലു ബൈത്തിലാണെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായം തന്നെയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ സംഭവിച്ചേക്കാം. കാരണം ഒരു കൂട്ടര് പറയുന്നത് ഉസൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വംശപരമ്പരയിൽ വരുന്ന, എന്നാ മറ്റൊരു കൂട്ടർ പറയുന്നതോ അസർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വംശപരമ്പരയിൽ വരുന്ന. ഏതെങ്കിലും ഒന്നിനല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മൾ നോക്കേണ്ടത് ഈ വന്നിരിക്കുന്ന വ്യക്തി ഇമാം മഹ്ദി ആണെന്ന് വാദിക്കുന്ന ഈ വ്യക്തി
ഇതിലേതെങ്കിലും ഒരു ഹദീസ് പ്രകാരം പുലർന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ മുകളിൽ പറഞ്ഞ ദൗത്യങ്ങൾ, ഇസ്ലാമിനെ വിജയിപ്പിക്കുക, ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക, നീതിമാനായ വിധികർത്താവായി വരിക, ഈ ദൗത്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതാണ്. അപ്പൊ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വശം ചർച്ച ചെയ്യാം. മഹാനായ ഇമാം മഹ്ദിയെ തേടുന്ന ആളുകൾ നിർബന്ധമായി മനസ്സിലാക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഉപമാവചനങ്ങളെ ഉപമാവചനങ്ങളായി തന്നെ കാണുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പോലും ഉണ്ട്. എന്റെ പരിശുദ്ധ ഖുർആനിൽ ഖണ്ഡിത വചനങ്ങളുണ്ട്, ഉപമാവചനങ്ങളുണ്ട്. ഉപമാവചനങ്ങൾ എന്നത് സത്യവിശ്വാസികളല്ലാതെ അത് തൊടുകയില്ല, മനസ്സിലാക്കുകയില്ല എന്നെല്ലാം അർത്ഥം വരുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആനിൽ പോലും ആയത്തുകളുണ്ട്. എന്താണ് ഉപമാവചനങ്ങൾ? ഏറ്റവും സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞു പോവാം, നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശം. അതായത് ഇമാം മഹ്ദിയുടെ കാലഘട്ടത്തിൽ പുലരാനുള്ള ഒരുപാട് പ്രവചനങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതെല്ലാം സ്വപ്നത്തിൽ കണ്ടു എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട്. സ്വപ്നത്തിലോ ഇൽഹാമിലോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ, അത് കശ്ഫായിരിക്കാം, എല്ലാ രീതിയിലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പൊ അതില് പുലർന്നിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദജ്ജാലിന്റെ കഴുതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ദജ്ജാലിന്റെ കഴുത എന്നാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? ദജ്ജാലിന്റെ കഴുതക്ക് ഇത്ര മുഴം നീളം ഉണ്ടാവും. പിന്നെ പറഞ്ഞതോ, ദജ്ജാലിന്റെ കഴുത ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ അത് വിളംബരം ചെയ്യും. ഇത് തീയായിരിക്കും ഭക്ഷിക്കുക, ഇതിന്റെ ഉള്ളിലായിരിക്കും ആളുകൾ സഞ്ചരിക്കുക. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കഴുത ഇന്നത്തെ ട്രെയിനാണ്, തീവണ്ടിയാണ്. കാരണം എന്താ? റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴുത എന്ന് പറയാൻ തന്നെ കാരണം അക്കാലഘട്ടത്തിലെ വാഹനങ്ങൾ കഴുതയായിരുന്നു. അതുകൊണ്ടാണ് കഴുത എന്ന് പറയുന്നത്. കാരണം അക്ഷരജ്ഞാനമില്ലാത്ത, സൂറ ജുമുഅയിൽ പറയുന്നത് പോലെ അക്ഷരജ്ഞാനമില്ലാത്ത അറബികളാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാല ശ്രോതാക്കൾ. അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് മറ്റൊരു സ്ഥലത്ത് വരുമ്പോൾ വിളംബരം ചെയ്യുന്ന ട്രെയിന്, തീ ഭക്ഷിക്കുന്ന ട്രെയിന്, അതിന്റെ ഇന്ധനം തീയായിരിക്കും, അതിന്റെ ഭക്ഷണം തീയായിരിക്കും. നമുക്കറിയാം കൽക്കരി വാഹനങ്ങൾ, തീവണ്ടി തന്നെയാണ് പേര് തന്നെ. അതിന്റെ ഉള്ളിലായിരിക്കും ആളുകൾ സഞ്ചരിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഉപമാവചന രീതിയിൽ ഇന്ന് ട്രെയിനാണെന്ന് അറിയാം. ഇതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ അതുപോലെ ആയിരിക്കാം എന്നല്ല പറയുന്നത്, പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഒരു ഉദാഹരണത്തിന് ദജ്ജാൽ, യൗജൂജ് മൗജൂജ്, ദാബത്തുൽ അർള്, ഇതൊക്കെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിലാണ് കണ്ടത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 7 മെലിഞ്ഞ പശുക്കളെയും 7 തടിച്ച പശുക്കളെയും സ്വപ്നത്ത് കണ്ടു. അങ്ങനെ തന്നെയല്ലേ? അപ്പോ 7 ദാരിദ്ര്യാവസ്ഥ കാലത്തെയും 7 നല്ല സമ്പുഷ്ടമായ കാലഘട്ടത്തെയാണ് അത് സൂചിപ്പിച്ചത്. ഇതുപോലെ ഇപ്പൊ ദജ്ജാലിനെ കുറിച്ച് പറയുന്നു, അതിന്റെ തല ആകാശം വരെ മുട്ടി നിൽക്കും, ഒരു കാല് മഹ്രിബിലാണ്, ഒരു കാല് മഷ്രിഖിലായിരിക്കും. പിന്നെ പറയുന്നത് അതൊരു ദ്വീപിലാണ് അടക്കി വെച്ചിട്ടുള്ളത്. പിന്നെയോ അതിന്റെ ഒരു കയ്യില് സ്വർഗമുണ്ട്, ഒരു കയ്യില് നരകമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഈ പ്രപഞ്ചത്തിനോളം വലുപ്പമുള്ളതാണ് സ്വർഗ നരകങ്ങൾ എന്നാ. അപ്പൊ ഈ ദജ്ജാലിന്റെ ഒരു കയ്യിൽ സ്വർഗമുണ്ട്, ഒരു കയ്യിൽ നരകമുണ്ട്, ഒറ്റക്കണ്ണനായിരിക്കും, ഒരു ഭീമാകാരനായ ജീവി. പിന്നെ യൗജൂജ് മൗജൂജിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യൗജൂജ് മൗജൂജ് കുള്ളന്മാരായിരിക്കും, സമ്പത്ത് കാർന്നു തിന്നും, തീ ഭക്ഷിക്കുന്നവരായിരിക്കും, തീ കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും എന്നൊക്കെ പറഞ്ഞു. തീ കൊണ്ട് യുദ്ധങ്ങൾ ചെയ്യുന്ന രണ്ട് കക്ഷികളായിരിക്കും യൗജൂജ് മൗജൂജ് എന്നൊക്കെ പറഞ്ഞു. ദാബത്തുൽ അർളിനെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഉപമാവചനങ്ങളായിരിക്കാം. നമ്മളിത് മനസ്സിലാക്കി വെക്കണം. ഇമാം മഹ്ദിയെ തേടുന്ന ഓരോരുത്തരും ഇത് മനസ്സിലാക്കി വെക്കണം. ഇതൊക്കെ അപ്പടി തന്നെ പുലരണം എന്ന് പറഞ്ഞാൽ മുൻകാല ആളുകൾക്ക് സംഭവിച്ചതുപോലെ നമുക്ക് സംഭവിക്കാം. അതെന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇമാം മഹ്ദി വരുന്നത് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കാനാണെന്ന് പറഞ്ഞു. അതായത് ഇമാം മഹ്ദിയെ തുടർന്ന് ഖലീഫമാരുണ്ടാവും. ഇപ്പോ 1ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇമാം മഹ്ദിയെ തുടർന്ന് 1ാം ഖലീഫ, 2ാം ഖലീഫ, അദ്ദേഹത്തിന്റെ മരണശേഷം 3ാം ഖലീഫ എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇമാം മഹ്ദിക്ക് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ ചിലപ്പം അദ്ദേഹത്തിന്റെ ഖലീഫമാരിലും പുലർന്നേക്കാം.
ഇതൊക്കെ നമ്മൾ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ ചരിത്രം നോക്കുന്നില്ലേ, ചരിത്രത്തെ കണ്ടു പഠിക്കുന്നില്ലേ, ചരിത്രങ്ങൾ ആവർത്തിക്കും എന്നൊക്കെയുള്ള പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് പറയാൻ കാരണം, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിസ്ര കൈസറിന്റെ ചെങ്കോലും കിരീടവും തന്റെ കയ്യിൽ വരുന്നതായിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കണ്ടു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടി. പക്ഷെ അത് പുലർന്നത് ആരിലൂടെയാണ്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അത് പിന്നീട് പുലരുന്നത്. പക്ഷെ ആ പ്രവചനം തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥാപിച്ച ഖിലാഫത്തിലാണ് അത് പുലരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലാണ് പുലരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയാണ് അത് പുലരുന്നത്. ഇതുപോലെ ഇമാം മഹ്ദിക്ക് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ, ചില പ്രവചനങ്ങൾ ഖലീഫമാരിൽ പുലർന്നേക്കാം. ഒരുപാട് പ്രവചനങ്ങൾ ഉണ്ടല്ലോ, നമുക്കറിയാം. ഇമാം മഹ്ദി മക്കയിൽ വരും, മദീനയിൽ വരും, എന്നിട്ട് അവിടുത്തെ ആളുകളൊക്കെ ഇസ്ലാമിലോട്ട്, ആ ഹിദായത്തിലോട്ട് എല്ലാവരെയും കൈപിടിച്ച് കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് ഒരു വ്യക്തിയുടെ കാലഘട്ടത്തിൽ തന്നെ നടക്കണം എന്നുമില്ല. അങ്ങനെ പറയാണ്. ചിലപ്പോ ഇതെല്ലാം അറിയുന്നവൻ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളെല്ലാം അറിയുന്നവൻ അള്ളാഹു തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ചിലപ്പോ ഇമാം മഹ്ദി വന്നിട്ട് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കും, ഇസ്ലാമിനെ വിജയിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, നീതിമാനായ വിധികർത്താവായിട്ട് വരും. പിന്നീട് ചിലപ്പോ ഖലീഫമാരുടെ കാലഘട്ടത്തിലായിരിക്കും ഇസ്ലാമിന് ലോകത്തിന്റെ ആകമാനം വിജയം ഉണ്ടാവുക. ഇപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാം ഒന്നുകൂടെ അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്, അല്ലെ? അതുപോലെ ഇമാം മഹ്ദിയുടെ ഖിലാഫത്തിലും സംഭവിക്കേണ്ട പ്രവചനങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങള്, ഖിലാഫത്ത് എന്നുള്ളത് ആത്മീയ ഭരണമാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നമ്മുടെ ഇസ്ലാമിന്റെ ഖലീഫയായിരുന്നു. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഖലീഫ എന്ന് പറഞ്ഞാല് ലോകത്തിന്റെ ആകമാന ചക്രവർത്തി എന്നുള്ള രീതിയിലല്ല. കാരണം ആ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ കേരളത്തില് സാമൂതിരിമാരായിക്കോട്ടെ, ചേരമാന്മാർ, ആ കാലഘട്ടത്തിലെ കുറിച്ച് നമുക്ക് അറിയാലോ. ചേരമാൻ പെരുമാൾ രാജാവൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചത്. അപ്പൊ ആ കാലഘട്ടത്തിലെ നാട്ടുഭരണങ്ങളും രാജാക്കന്മാരും ചക്രവർത്തിമാരൊക്കെ ഓരോ ദേശങ്ങളിലും ഉണ്ട്. മുഗൾ രാജാക്കന്മാരും മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് ഇന്ത്യയിൽ അന്ന്, ഭാരതത്തിൽ അന്ന് ഏത് ആളുകളാണെന്ന് അറിയില്ല. അത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഭൗതിക ഭരണങ്ങൾ പല ദേശങ്ങളിലുണ്ട്. എന്നാൽ ഖിലാഫത്ത്, ഇസ്ലാമിക ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ആത്മീയ ഭരണമാണ്. അതായത് നമ്മുടെ കേരളത്തിൽ അന്ന് ഇസ്ലാം വന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പോലും കേരളത്തിൽ ഇസ്ലാം എത്തിയല്ലോ. അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. പക്ഷെ അന്ന് കേരളത്തിലുള്ള മുസ്ലിങ്ങള് ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു? ഇവിടുത്തെ നാട്ടുരാജാക്കന്മാര് പറയുന്നതായിരുന്നു അവരനുസരിച്ചിരുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല. അന്നത്തെ വാർത്താ വിനിമയ മാർഗങ്ങളും അന്നത്തെ സഞ്ചാര മാർഗങ്ങളും അന്നത്തെ കാര്യങ്ങളൊക്കെ അത്ര ഉള്ളായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ ഖലീഫ തന്നെയാണ്, അവരുടെ ആത്മീയ നേതാവാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അധ്യാപനങ്ങൾ അവര് അപ്പപ്പ സ്വീകരിക്കാൻ തയ്യാറെടുത്തിരുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ ഈ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാല്, ഇമാം മഹ്ദി വന്നിട്ട് ഈ ലോകത്തിനാകമാന അമേരിക്കയും റഷ്യയെയും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഒക്കെ തകർത്തിട്ട് ലോകത്തിന്റെ ഒരു ചക്രവർത്തിയായിട്ട് ഇന്ന് നമ്മുടെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ഇരിക്കുന്നത് പോലെ ഒരു രാജകീയ സിംഹാസനത്തിൽ വന്നിരിക്കുന്ന വ്യക്തിയാവൂല. അള്ളാഹുവിന്റെ തീരുമാനങ്ങളല്ലേ. നമ്മളിതൊക്കെ മനസ്സിലാക്കി വെക്കണത് നല്ലതാണ് എന്നുള്ള നിലക്കാണ് പറയുന്നത്. കാരണം ഇമാം മഹ്ദി വന്നിട്ട് ഒരു രാജഭരണം, ഒരു ചക്രവാളം ഒന്നുമില്ല, ഒരു ചക്രവർത്തി ഒന്നുമല്ല. അപ്പൊ ആളുകൾ പറഞ്ഞാലോ, ഇത് ഇമാം മഹ്ദി ഇല്ലെന്ന്, ഇത് കള്ളനാണെന്ന് പറഞ്ഞാലോ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ ഖുർആനിൽ ആകെ 25 പ്രവാചകന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. 25 പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞതിന് തൊട്ട് താഴെ നമ്മളൊന്ന് പരിശോധിക്കണ്ടേ? എന്താ കാണുക? കാലഘട്ടത്തിലെ പ്രമുഖരും പണ്ഡിതരും എതിർത്തു. എന്തുകൊണ്ടാണ് എതിർക്കാൻ കാരണം? ഈസാ നബിനോട് എന്താണ് ജൂതന്മാര് പറഞ്ഞത്? നീ ഒരു കൈതപ്പുറത്ത് നടക്കുന്ന സാധാരണക്കാരനാണ്, ഞങ്ങൾക്ക് വരാനുള്ള. കാരണം ഈസാ നബിനെ കുറിച്ച് മൂസാ നബി പ്രവചിച്ചു വെച്ചിരുന്നു. ഇമാം മഹ്ദിയെ കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചതുപോലെ പരിശുദ്ധ ഖുർആനിന് സേവനം ചെയ്യാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സത്യവിശ്വാസത്തെ പുനഃസ്ഥാപിക്കാൻ ഇമാം മഹ്ദി നമ്മുടെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ വരുന്നത് പോലെ തന്നെ ജൂതന്മാർക്കിടയിൽ അവരുടെ മസീഹായിട്ട്, അതായത് ജൂതന്മാരുടെ ഗ്രന്ഥമായിട്ടുള്ള തൗറാത്തിനെ സേവനം ചെയ്യാൻ വന്ന വ്യക്തിയാണ് ഈസാ നബി. അവരുടെ മിശിഹയാണ്, അവരുടെ മസീഹാണ്. എന്നാൽ അന്നത്തെ ജൂത പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? നീ കൈതപ്പുറത്ത് നടക്കുന്ന ഒരു സാധാരണക്കാരൻ,
മോശ പ്രവാചകൻ പ്രവചിച്ചതോ റോമാ സാമ്രാജ്യത്വത്തിന്റെ ഭരണം ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നവനായിരിക്കും ഞങ്ങൾക്ക് വരാനുള്ള വ്യക്തി നാം. എന്നാൽ നീ സാധാരണ മുക്കുവന്മാരുടെ കൂടെ നടക്കുന്ന ഒരു സാധാരണക്കാരൻ എന്നാണ് പറഞ്ഞത്. ഇതൊന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാം മഹ്ദിയെ കാത്തു നിൽക്കുന്ന നമ്മുടെ ഉമ്മത്തിന് നമുക്കിതൊന്നും സംഭവിക്കാൻ പാടില്ല. കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വ്യക്തമായ ഹദീസ് ഉണ്ട്. എന്റെ സമൂഹം ജൂത ക്രൈസ്തവരോട് ചാണിന് ചാണും മുയത്തിന് മുയവുമായി പിൻപറ്റും എന്നുള്ളത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുമെന്ന് അറിയൂല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇമാം മഹ്ദിയെ അന്വേഷിക്കുന്ന സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മുൻകാല മുജദ്ദിദുമാരും മുൻകാല ഇമാമുമാരും നമ്മെ ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധ ഖുർആൻ നമുക്ക് താക്കീത് നൽകിയ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഇമാം മഹ്ദി വന്നാൽ അദ്ദേഹത്തിന്റെ പ്രത്യക്ഷ ശത്രുക്കൾ, പരോക്ഷ ശത്രുക്കൾ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരായിരിക്കും. പണ്ഡിതന്മാർ അദ്ദേഹത്തെ എതിർക്കും എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് പണ്ഡിതന്മാരെ എതിർക്കുന്നത് നമുക്കറിയാലോ. ഇപ്പോ മുജാഹിദീങ്ങൾ പറയണ എന്താ? ഞങ്ങളാണ് ശരി. ജമാഅത്തെ ഇസ്ലാമി പറയണ എന്താ? ഞങ്ങളാണ് ശരി. ഷിയാക്കൾ പറയണ എന്താ? ഞങ്ങളാണ് ശരി. ഇങ്ങനെ ലോകത്തിലെ എല്ലാ കൂട്ടരും പറയണേ ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് ശരി, ഞങ്ങളാണ് ശരി എന്ന്. എന്നാ ഇമാം മഹ്ദി വരുന്ന എന്തിനാ? ഇമാം മഹ്ദി വരുന്ന നീതിമാനായ വിധികർത്താവായിട്ടാ. ഇങ്ങളൊക്കെ ചെയ്യണ തെറ്റാണ്. റസൂലുള്ള പറഞ്ഞത് 73 കക്ഷികളായി പിരിയും. ഈ 72 അതില് നരകത്തിലാണ്. ഈ ഒന്ന് എന്ന് പറഞ്ഞാല് ഞാൻ നീതിമാനായി വിധികർത്താവായി വന്ന എന്റെ ഖിലാഫത്തിന് അനുസരിക്കുന്ന വ്യക്തികളാണ് എന്നാണ് ഇമാം മഹ്ദി വന്നിട്ട് പറയാ. ഈ ഇമാം മഹ്ദി നീതിമാനായ വിധികർത്താവായി വരുന്നതാ. അപ്പൊ ഈ പണ്ഡിതന്മാർ പറയും കള്ളൻ തന്നെ. കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ ഞാൻ നേരത്തെ പറഞ്ഞു. പരിശുദ്ധ ഖുർആന്റെ വ്യക്തമായ താക്കീതാണിത്. മുൻകാല മൊയ്തീൻ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി തആല അൻഹു പോലുള്ള വ്യക്തികളൊക്കെ നമ്മുടെ പണ്ഡിതന്മാര്, നമ്മുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാര് പോലും പറയുന്ന കാര്യമാണിത്. കാരണം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കേട്ടിട്ടില്ലേ? ആകാശത്തിന് കീഴിലെ ഏറ്റവും നികൃഷ്ടര് പണ്ഡിതന്മാരാകുന്ന കാലഘട്ടത്തിൽ, എല്ലാ കാലഘട്ടത്തിലും അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള അള്ളാഹു അയക്കുന്ന ദൂതന്മാരുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരായിരിക്കും. ഈ പണ്ഡിതന്മാര് തെറ്റായ രീതിയിലൂടെ സഞ്ചരിച്ചത് കൊണ്ടല്ലേ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അള്ളാഹു നിയോഗിച്ചൊരു വ്യക്തിയെ അയക്കേണ്ട ആവശ്യമുള്ളൂ. സമൂഹം അജല് സംഭവിക്കുമ്പോൾ, സമൂഹത്തിന് തെറ്റുകൾ അധികരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തന്നെ. അപ്പോൾ പണ്ഡിതന്മാരെ എതിർക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ചില ആളുകൾ ഉണ്ടാവും, ഈ പണ്ഡിതൻ പറഞ്ഞത് തന്നെ ഞങ്ങൾ അനുസരിക്കുള്ളൂ, അല്ലെ വേറൊരു പണ്ഡിതൻ പറഞ്ഞത് തന്നെ ഞങ്ങൾ അനുസരിക്കുള്ളൂ. ആ പണ്ഡിതൻ ചിലപ്പോൾ ഇമാം മഹ്ദി വന്നാണ്ട് പറയാ കാഫിറാണ്, കള്ളനാണ്, എന്താണ് ഓൻ പറയണത് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് വിരുദ്ധാണ് എന്നൊക്കെ പറയും. നഊദു ബില്ലാഹ്. അള്ളാഹു നമ്മളെ അതിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കട്ടെ. അതിനാണ് ഈ വീഡിയോ നമ്മൾ മനസ്സിലാക്കി വെക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു തുടങ്ങിയത്. പിന്നീട് പറയാനുള്ള കാര്യം എന്നുള്ളത് ഇത് നിർബന്ധമായിട്ട് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മളിപ്പോ ശ്രീലങ്കയിലും ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് തീവ്രവാദം, ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് സാധാരണ ജനങ്ങളെ കൊല ചെയ്യുന്ന ആളുകള് ഇമാം മഹ്ദിയുടെ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഓല് വരുന്നത്. അതറിയോ? ഇമാം മഹ്ദിയുടെ ആളുകളുടെ പതാക കറുത്ത കൊടിയായിരിക്കുന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഫലമായി ലോകത്തിലെ എല്ലാ തീവ്രവാദ സംഘടനക്കും കറുത്ത കൊടിയാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ് അവരുടെ ലക്ഷ്യം? അതായത് നമ്മുടെ വിശ്വാസപ്രകാരം ഇമാം മഹ്ദി വന്നിട്ട് ലോകത്തിന്റെ മുമ്പിൽ യുദ്ധം ചെയ്തിട്ടാണ് ഇസ്ലാമിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മൾ പണ്ഡിതന്മാരെല്ലാവരും പ്രസംഗിക്കുന്നു ഇസ്ലാമിൽ അങ്ങനെ ഒരു ജിഹാദ് ഇല്ല, ഇസ്ലാമിൽ അങ്ങനെ ഒരു യുദ്ധം എന്നുള്ള ഒരു നിലക്കില്ല, ഇസ്ലാമിൽ യുദ്ധത്തിന് ഒരുപാട് നിബന്ധനകൾ ഉണ്ട്, അതിന് വിരുദ്ധമാണ് ഇവരൊക്കെ ഈ ചെയ്യണത് എന്നൊക്കെ പറയുന്ന നമ്മൾ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ വിശ്വസിക്കാണ് ഇമാം മഹ്ദി വരും, ഇമാം മഹ്ദി വന്നിട്ട് വാളെടുത്തിട്ട് മറ്റുള്ള ആളുകളൊക്കെ കൊല്ലും, എന്നിട്ട് ഇസ്ലാമിനെ വിജയിപ്പിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇമാം മഹ്ദി അങ്ങനെ ചെയ്യുന്നേ? കാരണം പരിശുദ്ധ ഖുർആനിൽ പറയണത് എന്താ അറിയോ? ദീനുൽ ഇസ്ലാമിൽ ഒരു ബലാത്കാരം ഇല്ല എന്നുള്ള. പരിശുദ്ധ ഖുർആന് വിരുദ്ധമായിട്ട് വരാനിരിക്കുന്ന ഇമാം മഹ്ദി ഒന്നും ചെയ്യൂല. കാരണം അതേ അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള പരിശുദ്ധ ഖുർആനെ സത്യപ്പെടുത്താൻ വരുന്ന വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ പറയുന്നു പരിശുദ്ധ ഖുർആനിൽ പിന്നെ പറയുന്നുണ്ട് മറ്റുള്ള മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ ഒന്നും നിന്ദിക്കൂല എന്നുള്ളത്.
അപ്പോ വരാനിരിക്കുന്ന ഇമാം മഹ്ദി ചെയ്യുന്ന യുദ്ധം, ജിഹാദ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ നാവ് കൊണ്ടോ പേന കൊണ്ടോ അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടോ ഉള്ള യുദ്ധമാണ്. അതൊരു വലിയ യുദ്ധമാണ്, അത് വലിയൊരു ജിഹാദാണ് അല്ലേ? ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലവനായി ജീവിക്കുക എന്ന് പറഞ്ഞതിന്റെ അത്രയും വലിയ ജിഹാദ് എന്താ ഉള്ളത്? ഒരു വ്യക്തിക്ക് AK-47 അല്ലെങ്കിൽ വേറെ ഏതൊരു തോക്കെടുത്ത് ഏതെങ്കിലും ആളുകളെ വെടിവെച്ച് കൊല്ലാൻ വലിയ എളുപ്പാ. അതേസമയം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി കള്ളു പിടിക്കാതെ പെണ്ണ് പിടിക്കാത്ത ഈ ലോകത്തിന്റെ ഭൗതികതയിൽ ഒന്നും അലിയാതെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കാൻ എന്ത് കഷ്ടപ്പാടായിരിക്കും അറിയാം. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. ദീനുൽ ഇസ്ലാമിന്റെ പ്രകാശം, ആ ദിവ്യ തേജസ്, ആ പ്രഭാവം വെളിപ്പെടുത്താൻ വരുന്ന വ്യക്തിയാണ് ഇമാം മഹ്ദി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ പറഞ്ഞതും നമ്മുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ പറയുന്നത് പോലെ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാൻ കാരണം ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട, മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, ഇതൊരു യൂട്യൂബ് ചാനലാണ്, ഒരുപാട് വലിയ വീഡിയോകളാവും. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മള് എല്ലാ നിസ്കാരങ്ങളിലും ദുആ ചെയ്യുക, അല്ലാഹുവേ നീ എന്നെ നേരായ മാർഗത്തിൽ നിലനിർത്തിച്ചു തരണേ. ഇമാം മഹ്ദി വന്നാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ, അദ്ദേഹത്തിന്റെ പിന്നിൽ ബയ്യത്ത് ചെയ്യാൻ ഒരു ഭാഗ്യം ഉണ്ടാവണേ. എന്നെ നീ ദജ്ജാലിന്റെ ഫിത്നയിൽ അകപ്പെടുത്തല്ലേ. ലോകത്തിൽ വന്ന എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിനോട് താക്കീത് ചെയ്ത കാര്യമാണ്, നിങ്ങൾ ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ട് കാവലിനെ ചോദിക്കുക. നമ്മൾ എല്ലാ 5 നേരം നിസ്കാരങ്ങളിലും ചോദിക്കുന്നില്ലേ? അപ്പൊ ദജ്ജാലിന്റെ ഫിത്ന എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് മാത്രമേ അവന്റെ നെറ്റിയിലെ കാഫാറ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മളൊക്കെ യഥാർത്ഥ സത്യവിശ്വാസികളിൽ അള്ളാഹു ഉൾപ്പെടുത്താൻ എപ്പോഴും ദുആ ചെയ്യുക.